ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പേരിട്ടോ ഗൈസ്. ഒരുപാട് തിങ്ക് ഒന്നും ചെയ്തില്ല പേരില്, പക്ഷെ എനിക്ക് എന്താ മനസ്സിൽ ഡ്യൂഡി എക്സ് ഇടാൻ വിചാരിച്ചു. അതിന്റെ ബാക്കത്തെ റീസൺ ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഡ്യൂഡി എവിടെ പോയി? ഡ്യൂഡിന്റെ ചാനലിൽ കാണുന്നില്ല. നമ്മളെ ചാനലിൽ അവൾ ഉണ്ടാവാന്നുള്ള ക്വസ്റ്റ്യൻസിന് മേ ബി ചാൻസ് കുറവാണ്. കാരണം അവളിപ്പോൾ ഓൾറെഡി വേറെ ചാനൽ അങ്ങനെ സെപ്പറേറ്റിലേക്ക് ഇനി പോകാൻ ചാൻസ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ യൂട്യൂബിലെ ഫാമിലി വ്ളോഗേഴ്സിനിടയിൽ കുറച്ചു കാലങ്ങളായി കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. കുടുംബത്തിൽ ഒരു ഫോർച്യൂണർ പദ്ധതി എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസത്തെ കുറിച്ച് കുറച്ചു പേർക്കെങ്കിലും അറിയുന്നുണ്ടാകും. മല്ലു ഫാമിലിയാണ് ഈ ട്രെൻഡിന് തുടക്കം വെക്കുന്നത്. പണ്ട് ഭാര്യ പിണങ്ങി പോയെന്നും പറഞ്ഞു സുജിൻ ഒറ്റയ്ക്ക് കുറെ വീഡിയോകൾ ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. പൊന്നൂസ് പോയി, അവൾ ഇനി വരില്ല, അവൾ ഇല്ലാതൊരു ജീവിതം എന്നൊക്കെ പറഞ്ഞ് തമ്മിലും കൊടുത്ത് താനും പൊന്നൂസും ഡിവേഴ്സ് ആവാൻ പോവുകയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് കുറച്ചു കാലം നല്ല റീച്ച് ഉണ്ടാക്കിയിരുന്നു നമ്മുടെ സുജിൻ. അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരുന്ന അവരുടെ ചാനലിൽ പുതുജീവൻ നൽകിയത് ഇവരുടെ ഈ കുടുംബ പ്രശ്നം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള കണ്ടന്റുകളായിരുന്നു, അഥവാ ഫോർച്യൂണർ കണ്ടന്റുകളായിരുന്നു എന്ന് പറയാം. പക്ഷെ സുജിന്റെ ഉടായ്പകളൊക്കെ നമ്മൾ അന്ന് കൈയോടെ പൊക്കിയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഈ ട്രെൻഡ് പിന്നെ വേറെ ലെവലിലേക്ക് എത്തിച്ചത് നമ്മുടെ പ്രവീൺ പ്രണവ് ഫാമിലിയാണ്. എന്തൊക്കെ ബഹളായിരുന്നില്ല അവിടെ. അടിപിടിയും തെറിയും, അച്ഛൻ മകൻ അടിക്കുന്നു, മകൻ അച്ഛൻ തിരിച്ചടിക്കുന്നു, ഗർഭിണിയുടെ വയറ്റിൽ ചവിട്ടുന്നു. എന്റെ മോനെ യൂട്യൂബ് കേട്ടുന്ന കത്തിയ ദിവസങ്ങളായിരുന്നു അന്ന്. എജ്ജാത് റീച്ച് ആയിരുന്നു ഇവരുടെ വീഡിയോസിനൊക്കെ അല്ലെ. അതിനിടയിൽ പ്രണവ് കൊച്ചു പുതിയ ചാനൽ തുടങ്ങുന്നു. രണ്ട് ചാനലിനെയും റീച്ച് റോക്കറ്റ് വിട്ട പോലെയാണ് കുതിച്ചു പൊങ്ങിയത്. അതിന്റെ റിസൾട്ടും വൈകാതെ കണ്ടല്ലോ. കൈ നിറയെ പണം, പുതിയ വീട്, പുതിയ കാറ്, അങ്ങനെ കുടുംബത്തിൽ ഒരു ഫോർച്യൂണർ പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചതിന് ശേഷം പ്രവീൺ പ്രണവ് ഫാമിലി വീണ്ടും ഒന്നിച്ചു. മിഷൻ സക്സസ്. ഏറ്റവും ഒടുവിൽ പച്ച വീട്ടിൽ പ്രശ്നിച്ച് ഇതേ സ്ട്രാറ്റജി പയറ്റി നോക്കി ചീറ്റി പോയത് നമ്മൾ കണ്ടതാണ്. പാവം പ്രശ്നിച്ച് യോഗില്ല അമ്മിണിയെ പായ അങ്ങോട്ട് മടക്കിക്കാളി എന്ന് പറഞ്ഞ അവസ്ഥയായി. അങ്ങനെ ഇപ്പൊ വന്ന് ഓരോ ഫാമിലി വ്ളോഗേഴ്സും ഇപ്പൊ ഫോർച്യൂണർ പദ്ധതി ഇങ്ങനെ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്നുള്ള റീച്ചും പൈസയും തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഈ ട്രെൻഡിനൊപ്പം ചേർന്ന് ഏറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് നമ്മുടെ അൺബോക്സിംഗ് ഡ്യൂഡ്. എത്ര കാലമായില്ലേ ഡൂഡും ഡ്യൂഡിയും കൂടി യൂട്യൂബിൽ കയ്യിൽ കുത്താൻ തുടങ്ങിയിട്ട്. എന്തെല്ലാം പ്രാങ്കുകൾ ചെയ്തിരിക്കുന്നു, എത്ര ഉടായ്പകൾ ചെയ്തിരിക്കുന്നു. അപ്പൊ പിന്നെ മാർക്കറ്റിൽ പുതിയൊരു ഉടായ്പ ട്രെൻഡ് വരുമ്പോ അത് പരീക്ഷിച്ച് നോക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ വാർത്ത എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ അൺബോക്സിംഗ് ഡ്യൂഡിന്റെ ചാനലിൽ ഡ്യൂഡി വരാറില്ല. ഡ്യൂഡും വൈഫും മാത്രമാണ് അവരുടെ പഴയ ചാനലിലെ വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടാറ്. ഇപ്പുറത്തെ ഡ്യൂഡി ആണെങ്കിൽ പുതിയ ചാനലും തുടങ്ങി. ഉമ്മയെയും ഫ്രണ്ട്സിനെ എല്ലാം ഉൾപ്പെടുത്തി വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഡ്യൂഡിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ, ചെലവൊക്കെ നല്ലോണം കൂടിയിട്ടുണ്ടാകും. അപ്പൊ പിന്നെ ഒരു ചാനലിന്റെ വരുമാനം കൊണ്ടൊന്നും ജീവിക്കാൻ കഴിയൂല. ഡ്യൂഡിക്കും കൂടെ ഒരു ചാനൽ ഉണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയി പോയിക്കോളും. പക്ഷെ വെറുതെ ഒരു ചാനൽ തുടങ്ങിയാൽ ആരും മൈൻഡ് ചെയ്യാൻ സാധ്യതയില്ല. ഒന്നാമത് പണ്ടത്തെ റീച്ചൊന്നും ഇപ്പൊ വർക്കില്ല. ആളുകളൊക്കെ ഇവർ എന്നോ അടുത്ത് തുടങ്ങിയതാണ്. അപ്പൊ പിന്നെ ചെറുതായിട്ടെങ്കിലും ഒരു നെഗറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്താലേ സംഭവം ക്ലിക്ക് ആവത്തുള്ളൂ. അങ്ങനെ അതിന് ആദ്യ സ്റ്റെപ്പ് എന്നോണം ഇവരെന്താക്കി ഡ്യൂഡിയെ വീഡിയോകളിൽ നിന്നും ഒഴിവാക്കി. എത്രയോ കാലം ഡ്യൂഡി ഇങ്ങനെ നിറഞ്ഞു നിന്ന ചാനലാണ്. ഡ്യൂഡിയെ പല്ല് തേപ്പിക്കുന്നതും ലിപ്സ്റ്റിക് ഇടുന്നതും പ്രാങ്ക് ചെയ്യുന്നതും ഒക്കെ ആയിരുന്നല്ലോ അവരുടെ മെയിൻ കണ്ടന്റ്. അങ്ങനെയുള്ള ഒരു ചാനലിൽ നിന്നും ഒരു എക്സ്പ്ലനേഷൻ പോലും കൊടുക്കാതെ പെട്ടെന്നൊരു ദിവസം ഡ്യൂഡി അപ്രത്യക്ഷയാകുന്നു. ഇവരുടെ സ്ഥിരം പ്രേക്ഷകർ ഡ്യൂഡിയുടെ ആബ്സെൻസ് മനസ്സിലാക്കുന്നു. ഡ്യൂഡി എവിടെയെന്ന് ചോദിക്കുന്നു. ഡ്യൂഡിന്റെ വൈഫിന്റെ പേര് ആൽഫി എന്നാണ് തോന്നുന്നത്. ആൽഫി വന്നതോടെ ഡ്യൂഡിയെ വേണ്ടാതായി എന്ന ആളുകൾ കമന്റ് ചെയ്യുന്നു. അത് തന്നെയാണ് ഇവർക്ക് വേണ്ടതും. അങ്ങനെ ഒരു പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യുക. കുടുംബത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ആളുകൾക്കിടയിൽ സംശയം ജനിപ്പിക്കുക. അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയായിരുന്നു ഡ്യൂഡിയെ ചാനലിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത്. അങ്ങനെ ആളുകൾ സംശയത്തോടെ നിൽക്കുന്ന ആ സമയത്ത് തന്നെ കൃത്യമായി ഡ്യൂഡി പുതിയ ചാനൽ തുടങ്ങുന്നു. നിങ്ങൾ ആലോചിക്കണം, ആളുകൾ ഇവരുടെ ചാനലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സംശയിച്ച് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് തന്നെ പുതിയൊരു ചാനൽ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചാനലിൽ നല്ല റീച്ചും എൻഗേജ്മെന്റും കിട്ടും. ഡ്യൂഡിക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവല്ലോ. അങ്ങനെ ഡ്യൂഡിയുടെ ചാനൽ ആദ്യത്തെ വീഡിയോ വന്നു. അതിൽ ഡ്യൂഡി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് കണ്ടോക്കാം. ഇപ്പൊ രാത്രി 1 മണിയായി. ഒരു ചാനൽ അങ്ങോട്ട് ജസ്റ്റ് തുടങ്ങി. പേര് ഡ്യൂഡി എക്സ്. ജസ്റ്റ് സിമ്പിൾ ഒരു ബാനർ പ്രൊഫൈൽ വെച്ച് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ 0 സബ്സ്ക്രൈബറാണ്. ആരും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഞാനും സബ്സ്ക്രൈബ് ചെയ്തില്ല. ഫസ്റ്റ് നമുക്ക് ആരും സബ്സ്ക്രൈബ് ചെയ്യണം നോക്കിക്കണം. ആൻഡ് 0 വീഡിയോ. Something is coming, guys. Yes, guys. Something അല്ലേ, എന്ത് തിങ്ങാണ് വരാൻ പോകുന്നത് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്നാലും പെട്ടെന്നൊരു ദിവസം, അതും അർദ്ധരാത്രി 1 മണിക്കൊക്കെ പുതിയ ചാനൽ തുടങ്ങാനുള്ള ഡ്യൂഡിയുടെ ആ ഒരു ഇത് നിങ്ങൾ ആരും കാണാണ്ട് പോകരുത്. എന്തായാലും ബാക്കിയൂടെ കണ്ടോക്കാം. മറ്റാളെ എണീറ്റ് വരുന്ന നോക്കി നിങ്ങൾ. ഉറക്കത്തിൽ നിന്ന് എണീക്കാന്ന് കാണിക്കാൻ വേണ്ടിട്ട് കണ്ണൊക്കെ അടിച്ചിട്ടാണ് ആശാത്തെ എണീക്കുന്നത്. അതിലൊരു സംശയം, ക്യാമറ ഓൺ ആക്കി പിടിച്ചിട്ടാണ് രാത്രി കിടന്നുറങ്ങിയത്. വീഡിയോയുടെ ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഡ്യൂഡി ഏതറ്റം വരെ സഞ്ചരിക്കും എന്നൊരു സൂചന അല്ല ഇപ്പൊ കാണിച്ചത്. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. ബാക്കി കണ്ടോക്കാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പേരിട്ടോ ഗൈസ്. ഒരുപാട് തിങ്ക് ഒന്നും ചെയ്തില്ല പേരില്, പക്ഷെ എനിക്ക് എന്താ മനസ്സിൽ ഡ്യൂഡി എക്സ് ഇടാൻ വിചാരിച്ചു. അതിന്റെ ബാക്കത്തെ റീസൺ ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഗൈസ് വരുന്ന വീഡിയോയിൽ. എന്തിനാ വരുന്ന വീഡിയോയിൽ പറയാൻ നിൽക്കുന്നത്? ഇപ്പൊ തന്നെ അങ്ങോട്ട് പറഞ്ഞാട്ടെ. ഡ്യൂഡി എക്സ് എന്നല്ല പേര്, അല്ലാണ്ട് ഇലുമിനാറ്റി എന്നൊന്നല്ലല്ലോ. അടുത്ത വീഡിയോയിൽ പറയാൻ മാത്രം എന്തിരിക്കുന്നു. വെറുതെ അങ്ങോട്ട് കുറച്ച് ക്യൂരിയോസിറ്റി ഇങ്ങനെ വാരി വിതരണം പോണം, അതാണ് ലൈന്. പഴയ പരിപാടിന് ഒരു മാറ്റവും ഇല്ല. ബാക്കി ഉണ്ടോക്കാം. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അല്ലല്ല, ഡ്യൂഡി ഒരു ചാനൽ തുടങ്ങി
ഒരൊറ്റ ഒരു വീഡിയോ ഇട്ടിട്ട് 50 ലക്ഷം ആളുകൾ ഇത് കമ്പയർ ചെയ്യാൻ പറ്റും ഒരിക്കലും. അതും ജനങ്ങളല്ലേ, അന്നെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളല്ലേ. ഒരു കാര്യം ചെയ്യും, ആദ്യം നിങ്ങൾ രണ്ടാളും കൂടി ഒരു തീരുമാനത്തിലെത്താൻ നോക്കും. ഉമ്മ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കും. ഇവളെന്താ കിടന്ന് ഇങ്ങനെ അലമ്പാക്കുന്നത്? എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞതിനാണ് ഈ ബഹളമൊക്കെ. എന്തോ ബാക്കി ഉണ്ടോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ അൺബോക്സ് വീഡിയോ നമ്മളെ മെയിൻ ചാനൽ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് അന്നൊരു വേറൊരു വൈബ് ആയിരുന്നു. അപ്പൊ ആ ചാനലിൽ ഇടാൻ പറ്റുന്ന റീസൺ ഒക്കെ ഞാൻ അതും പറയട്ടെ. ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൈസ് പറയാൻ അല്ലേ. അപ്പൊ നമുക്ക് എന്താ അങ്ങനെ ഒരു ടോക്ക്, ഒരു പ്രത്യേക ഭാവത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞത്. അതും ഇവരുടെ മെയിൻ ചാനൽ ആയിട്ടുള്ള അൺബോക്സിംഗ് ഡ്യൂഡുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പറയാനുണ്ട് എന്നല്ല പറഞ്ഞത്. ഡ്യൂഡി പണ്ടൊരു ചാനൽ തുടങ്ങിയപ്പോൾ ഇവരുടെ മെയിൻ ചാനൽ വഴിയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അന്ന് ആ ചാനലിന് നല്ല റീച്ചും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ചാനൽ തുടങ്ങിയപ്പോൾ മെയിൻ ചാനലിൽ അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പോലും പറഞ്ഞിട്ടില്ല. അന്ന് വേറെ വൈബായിരുന്നു, ഇപ്പൊ ആ വൈബ് ഇല്ല എന്നൊക്കെയാണ് ഡ്യൂഡി പറയുന്നത്. എന്നാലും പുതിയ ചാനൽ തുടങ്ങുമ്പോൾ ഉമ്മാനെ മാത്രം കാണിച്ചാൽ മതിയോ? ആ വീട്ടിൽ ഡ്യൂഡിയും വൈഫും കൂടി ഉണ്ടല്ലോ, അവരെവിടെ പോയി? വൈബ് കുറഞ്ഞതുകൊണ്ടാണോ അവരെ കൂട്ടാഞ്ഞത്? അതോ നിങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് വൈബ് കുറച്ചതാണോ? ഞാൻ പറയട്ടെ, എന്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം പ്ലാൻ ചെയ്തതാണ്. ജനങ്ങൾ എങ്ങനെ പറ്റിക്കണമെന്ന് അവർക്ക് ശരിക്കും അറിയാം. ഈ പുതിയ ചാനലിൽ ഡ്യൂഡിയും തന്നെ വന്നു കഴിഞ്ഞാണെങ്കിൽ ആളുകൾക്ക് അത് കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. പക്ഷെ അത് നേരിട്ട് പറയാൻ പറ്റൂലല്ലോ. എന്തെങ്കിലും ഒരു ഡ്രാമ വേണമല്ലോ, എങ്കിലല്ലേ ആളുകൾ ശ്രദ്ധിക്കൂ. അതിനുള്ള പരിപാടിയാണ് ഇതൊക്കെ. എന്തായാലും സംഭവിച്ചു. കുറച്ച് ആളുകൾക്കൊക്കെ ഇവരുടെ ഈ ഉടായ്പ മനസ്സിലായെങ്കിലും ഭൂരിപക്ഷം ആളുകൾക്ക് ഇത് പിടി കിട്ടിയിട്ടില്ല. ഇവര് ഡ്യൂഡിന്റെ ചാനലിൽ പോയി ഡ്യൂഡി എവിടെയെന്ന് നിരന്തരമായി ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഭാര്യ വന്നതോടെ ആങ്ങളെയും പെങ്ങളും അടിച്ചു പിരിഞ്ഞോ? ഇതൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. ആളുകൾക്ക് എന്തെല്ലാം അറിയണം അല്ലേ? എന്തായാലും ഡ്യൂഡി ഇതിനെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് ഒരു Q&A സെഷൻ അങ്ങോട്ട് ചെയ്തു. അതിൽ ഡ്യൂഡിന് എന്ത് പറ്റിയെന്ന് അവൻ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. ഡ്യൂഡി എവിടെ പോയി? ഡ്യൂഡിന്റെ ചാനലിൽ കാണുന്നില്ല. അത് കുറെ കമന്റ്സ് ആയിരുന്നു. എനിക്ക് വന്നിപ്പോൾ റീസെന്റ് ഒരു 10 വീഡിയോസ് ആയിട്ട് കുഞ്ഞു നമ്മളെ ചാനലിൽ ഇല്ല. സോ അതിന് റീസൺ എന്താ വെച്ചാൽ കുഞ്ഞിപ്പം എന്താ പറയാ, അവളുടെ ഫ്രണ്ട്സും കോളേജിന്റെ അവളുടെ ആദ്യം കോളേജിൽ പോയിരുന്നു. കോളേജിൽ പോകുമ്പോൾ ആ ഒരു തിരക്കും ഇതൊക്കെ ആയിരുന്നു. അവള് 2 മണിക്കൂറോളം അത് ട്രാവൽ ചെയ്യുന്നുണ്ട് അവള്. അപ്പൊ ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആൾക്ക് ഇപ്പം അവള് കഴിഞ്ഞ് ഫ്രീ ആയി. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ അന്ന് ലൈവില് വന്നപ്പോഴും കണ്ടില്ല അവൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇനി നമ്മളെ ചാനൽ അവൾ ഉണ്ടാവാന്നുള്ള ക്വസ്റ്റ്യൻസിന് മേ ബി ചാൻസ് കുറവാണ്. കാരണം അവളിപ്പോൾ ഓൾറെഡി വേറെ ചാനലുണ്ട്. കാരണം അവൾ പുറത്ത് പോകുന്നൊക്കെ അവളുടെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാൻ ഇവളും പുറത്ത് പോകുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളും അങ്ങനത്തെ ഗ്യാങ്സ്. അപ്പം ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ അവൾ വേറെ സ്ഥലത്തേക്ക്, അപ്പം ഞങ്ങളുടേക്ക് ഷൂട്ട് ചെയ്യുക, അവൾ അവളുടേക്ക് ഷൂട്ട് ചെയ്യുക. അപ്പം അതങ്ങനെ സെപ്പറേറ്റിലേക്ക് ഇനി പോകാൻ ചാൻസ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണല്ലേ? ചുരുക്കി പറഞ്ഞാൽ ഡ്യൂഡിയെ പടിയടിച്ച് പിണ്ഡം വെച്ചു എന്നർത്ഥം. ഇനി ഒരിക്കലും മെയിൻ ചാനലിൽ ഡ്യൂഡി ഉണ്ടാവില്ല. അവൾ വേറെ ചാനലൊക്കെ തുടങ്ങി ഫുൾ ബിസി ആണെന്നൊക്കെയാണ് ഡ്യൂഡ് പറഞ്ഞത്. എന്നാലും എന്തൊക്കെ തിരക്കാണെന്ന് പറഞ്ഞാലും നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഒരു സമയം ഉണ്ടാവല്ലോ, അപ്പൊ വീഡിയോ ചെയ്യാലോ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരുമിച്ച് വീഡിയോ ചെയ്യണമോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇത്രയും കാലം ഒരുമിച്ച് വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ പെട്ടെന്ന് അവൾക്ക് കോളേജ് ഫ്രണ്ട്സ് ഉണ്ട്, അതുകൊണ്ട് അവൾ ഇനി ചാനൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഡ്യൂഡി നിങ്ങളുടെ ചാനലിൽ വരാത്തതിന്റെ യഥാർത്ഥ കാരണം ഇതൊന്നല്ല എന്ന് നമുക്ക് നല്ലോണം അറിയാം. നിങ്ങൾക്ക് പുതിയ കണ്ടന്റുകൾ ചെയ്യണം, ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കണം, അതിനാണ് പുതിയ ചാനൽ തുടങ്ങിയത്. അതും കൂടെ തുറന്ന് സമ്മതിച്ചൂടെ എന്റെ ഡ്യൂഡ്? എന്തായാലും കൊള്ളാം. എന്തായാലും ഡ്യൂഡ് അതിന്റെ ഇടയിൽ ഒരു അപരാധം പിടിച്ച കണ്ടന്റ് അവന്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, അവന്റെ ഭാര്യ പിണങ്ങി കിടക്കുന്ന വീഡിയോ പിടിച്ച് അപ്ലോഡ് ആക്കി. അപരാധം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും, കാട്ടപരാധം എന്ന് പറയേണ്ടി വരും. ഡ്യൂഡിന്റെയും ആൽഫയുടെയും കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. അതായത് 6ാമത് മന്ത് ആനിവേഴ്സറി ആണ്. അത് ഡ്യൂഡ് മറന്നു, ആൽഫയെ വിഷ് ചെയ്തില്ല. അതാണ് പ്രശ്നം. എന്നിട്ട് ഇവന് വൈഫിന് പിന്നാലെ നടന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നു. വൈഫാണെങ്കിൽ കട്ട കലിപ്പും. ഈ 6 മന്ത് ആനിവേഴ്സറി ഒക്കെ മറന്നതിന് ഇത്രയും കലിപ്പെടുന്ന ആളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവന് ഗിഫ്റ്റ് വരെ വാങ്ങി കൊടുത്തിട്ട് അവള് വൻ സീന്. സംഭവം അവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് വീഡിയോ ആവാനാണ് സാധ്യത. പക്ഷെ സംഭവം നല്ല ബോറായിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ കണ്ട് നമുക്ക് നിർത്താം. ഒന്ന് വേഗം വാ മോളത് ഷൂട്ട് ചെയ്ത് കൊടുക്കണം. എന്താ ഇത്ര പ്രത്യേകത? കുറെ നേരമായാലും താഴത്ത് കിടന്ന് കളിക്കണേ. എന്ത് ഷൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്? കൊടുത്തു കഴിഞ്ഞില്ലെങ്കിൽ ബ്രാൻഡ് വിളിച്ചോണ്ട് കൊടുത്താൽ മൈക്കൊക്കെ സെറ്റും കൂടെ എടുത്തേരി. ഇത് പൊന്നോ, എന്തൊരു ഇതാണ്. നീ അവിടെ അല്ല ക്യാമറ, ഇവിടാണ് ക്യാമറ. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. നീ അവിടെ നിന്ന് എടുത്തു. എന്റെ പൊന്നൽഫി, അവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്. ഇത് 5 മിനിറ്റോടെ ഷൂട്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? ഒന്ന് റെഡി നിൽക്ക്. അപ്പൊ അറിയാലോ ഓരോ കാര്യങ്ങളുടെ സമയത്തിന് അതിന്റെ സമയത്തിന് ചെയ്യണം എന്ന് അറിയാലോ. അറിയാം. അത് ഓർമ്മ ഉണ്ടായാൽ മതി. മനസ്സിലായില്ല? ഇതൊന്ന് ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുക്കാം. 5 മിനിറ്റ് പരിപാടിയല്ലേ ഉള്ളൂ. എനിക്ക് ഒന്നാമത് ഒരു മൂടില്ല. തന്നെ കിട്ടുന്നില്ല, കുറച്ചും കൂടെ നിൽക്കുക. ഇവിടെ വാ. I told you don't touch me. എന്റെ പൊന്നെ, എനക്കെന്താ? എനിക്കിപ്പോ ക്യാമറയും കൊണ്ട് പോവാം. ഒരു മൂടില്ല സീനറി. എന്ത്? എനിക്കിപ്പോ ഒരു മൂടില്ല ക്യാമറയും കൊണ്ട് പോവാ എന്റെ ഫേസ്. എന്റെ ബേബിക്ക് മൂടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സാലി കളിക്കല്ലേ സാലി, ക്യാമറ കൊണ്ട് പോവാ ഞാൻ പറഞ്ഞു. നാണം കൊണ്ടാണോ? എപ്പോഴും ഫണ്ണല്ല ഇത്. നാണം കൊണ്ടാണോ? എപ്പോഴും ഫണ്ണല്ല. ഇറ്റ്സ് നോട്ട്
കൂൾ ഓക്കെ. ഇറ്റ്സ് നോട്ട് കൂൾ ഓക്കെ. സാലി ഒരുമാതിരി കുറച്ചും കൂടെ ഒന്ന് മെച്ചുവർ ആയിട്ട് ഇതാക്കി ഇങ്ങനെ കളിച്ചിരിക്കല്ലേ. ഞാൻ പറഞ്ഞു ക്യാമറയും കൊണ്ട് എന്റെ സാലി എന്റെ ഫേസിൽ നിന്ന് ക്യാമറയും കൊണ്ട് പോകും. എന്തൊരടങ്ങാറാ. അത് ക്യാമറ ഓഫ് ആക്കിയതാണോ? ഞാൻ എന്താ പൊട്ടിയാണോ? സാലി why are you fucking laughing bro? എന്റെ ഓഡിയൻസ് എല്ലാം കാണണമെന്ന് എനിക്ക് അതെല്ലാം കാണണോ? എല്ലാം കാണണം. അല്ല, ഓഡിയൻസ് എല്ലാം കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് മോശമല്ല മോനെ. നിങ്ങളുടെ അപരാധമൊക്കെ കാണണമെന്ന് ആളുകൾക്കും കൂടി തോന്നണ്ടേ? അല്ലെങ്കിലേ നീ നിന്റെ ബെഡ്റൂമിൽ ഭാര്യയുടെ പുതപ്പിനടിയിൽ വരെ ക്യാമറ കൊണ്ടുചെന്ന് ഇനി എല്ലാവരും എല്ലാം കൂടി കാണണമെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ മേലെ ഇനി എന്താണ് നീ കാണിക്കാൻ പോകുന്നത്? എന്താണ് മോനെ? ബാക്കികളൊക്കെ സമയവും സന്ദർഭവും നോക്കി സൂക്ഷിച്ചു ഉപയോഗിക്കാൻ നോക്ക്. ഇതൊക്കെ എത്ര ആളുകൾ കാണുന്നുണ്ടെന്ന് ആലോചിക്കും. സംഭവം ഇതെല്ലാം നിങ്ങൾ രണ്ടാളും കൂടി പ്ലാൻ ചെയ്തതായിരിക്കും. എന്നാലും ഭാര്യ പൊതിച്ച് കിടക്കുമ്പോ അവിടേക്ക് ക്യാമറയും കൊണ്ട് ചെന്ന് ഇത് എല്ലാവരെയും കാണിക്കുന്നത് എന്തിനാണ്? എല്ലാറ്റിനും ഒരു പരിധിയൊക്കെ ഇല്ലടേ. ഇങ്ങനെ വെറുപ്പിക്കാൻ നിൽക്കല്ലേ. കൂടുതലായിട്ട് ഞാനൊന്നും ഇവിടെ പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകും. അതുകൊണ്ടാണ്. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.